കൊല്ലം കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന ഉണ്ടായത്. മനീഷ്, അപ്പോൾ എന്താണ് അതിന്റെ മറ്റ് വിശദാംശങ്ങൾ? എവിടെയൊക്കെയാണ് ഈ രീതിയിൽ റെക്കോർഡ് വിൽപ്പന ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച്? പ്രജിൻ, ഓരോ വർഷവും റെക്കോർഡ് വിൽപ്പനയാണ്. അതിൽ പുതുമയൊന്നുമില്ല. ഇത്തവണ പക്ഷേ അത് 50 കോടിയുടെ വർധനവുണ്ട് എന്നാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഏകദേശം 25 മുതൽ 30 കോടിയുടെ വർധനവാണെങ്കിൽ ഇത്തവണ അത് 50 കോടിയുടെ വർധന ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലാണ്. കഴിഞ്ഞ 10 ദിവസത്തെ മാത്രം കണക്കാണ്. 10 ദിവസത്തെ മാത്രം കണക്കനുസരിച്ച് 10 ദിവസം കൊണ്ട് വിറ്റത് 826 കോടി 38 ലക്ഷം രൂപയുടെ മദ്യം വിറ്റു. ഇത്തവണ പുത്തൻ ബ്രാൻഡുകൾ, പുത്തൻ മദ്യം അടക്കം വിവിധ തരം ബ്രാൻഡുകൾ വിപണിയിൽ ഇറക്കിയായിരുന്നു ബെവ്കോ ഈ രീതിയിൽ മദ്യം ഉപയോഗിക്കുന്നവരെ ആകർഷിച്ചത്. അങ്ങനെ ആ രീതിയിൽ 50 കോടിയുടെ വർധനം ഈ വർഷം കൂടുതലുണ്ടായിരിക്കുന്നു. ഉത്രാട ദിനത്തിൽ മാത്രം ഉണ്ടായിരിക്കുന്നത് 137 കോടി 64 ലക്ഷം രൂപയുടെ കച്ചവടം ബെവ്കോ ഔട്ട്ലെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 400 ബീവറേജ് ഔട്ട്ലെറ്റുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇതല്ലാതെ സപ്ലൈകോയുടെ ബീവറേജ് ഔട്ട്ലെറ്റുകളുണ്ട്, അത്തരത്തിലുള്ള മദ്യ വിൽപ്പനശാലകളുണ്ട്. അതിൻ്റെ കണക്കുകൾ കൂട്ടാതെയുള്ള മാത്രമാണ് ഇത് നടന്നിട്ടുള്ളത്. ഒപ്പം തന്നെ കരുനാഗപ്പള്ളിയിലാണ്, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഒരു ഔട്ട്ലെറ്റിൽ മാത്രം വിറ്റത് 1 കോടി 46 ലക്ഷം രൂപയുടെ മദ്യമാണ്. രണ്ടാമതും കൊല്ലം ജില്ലയിൽ തന്നെയാണ്. കാവനാടാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റിട്ടുള്ളത്. അതായത് കൊല്ലം ജില്ലയിൽ തന്നെയുള്ള 2 സ്ഥലങ്ങളിലാണ് കൂടുതൽ മദ്യം വിറ്റു എന്ന പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്നത് കൊല്ലം ജില്ലയിൽ തന്നെയാണ്. ആദ്യ 2 സ്ഥലവും അവിടെ തന്നെയാണ്. 1 കോടി 40 ലക്ഷം രൂപയാണ് കരുനാഗപ്പള്ളിയിൽ വിറ്റതെങ്കിൽ 1 കോടി 23,58,610 രൂപയുടെ വിൽപ്പന കൊല്ലം ജില്ലയിൽ തന്നെ നടന്നിട്ടുണ്ട്. നേരത്തെ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിലും ചാലക്കുടിയിലുമായിരുന്നു ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നെങ്കിൽ ഇത്തവണ ആ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് കൊല്ലം ജില്ല ഒന്നാമതെത്തിയിരിക്കുന്നു. ഇത്തവണ റെക്കോർഡ് ബോണസ് കൂടി ഉണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 75,000 രൂപയുടെ ബോണസ് കൂടുതലുണ്ട്. 1,25,000 രൂപയാണ് ഒരു ജീവനക്കാരന് ബെവ്കോ ഇത്തവണ ബോണസായി നൽകുന്നത്. അങ്ങനെ 50 കോടിയുടെ വർധനമാണ് ഇത്തവണത്തെ മാത്രം ബെവ്കോയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അത് 10 ദിവസത്തെ മാത്രം കണക്കാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഉത്രാട ദിനത്തിൽ മാത്രം വിറ്റത് 137 കോടി 64 ലക്ഷം രൂപയുടെ മദ്യമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 9,500 കോടിയുടെ കച്ചവടമാണ് ഒരു വർഷം നടന്നതെങ്കിൽ ഇത്തവണ ഈ ഓണം കച്ചവടം കൂടി കൂട്ടുമ്പോൾ, അതായത് തിരുവോണത്തിലെയും ഇനി വരുന്ന അവിട്ടത്തിൻ്റെയും ചതയത്തിൻ്റെ ഒക്കെ തന്നെ വിൽപ്പന കൂട്ടാതെ, അതായത് ഈ ദിവസങ്ങൾ മദ്യ വിൽപ്പനയില്ല. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.